പടം മുഴുവൻ ക്രിഞ്ച് ഫെസ്റ്റാണ്. ബേസിൽ ഒടുക്കത്തെ ഉറപ്പിക്കലാണ്. റിയാഷിബ് ക്യൂട്ട്നെസ് ഇട്ട് അതിനേക്കാൾ ഉറപ്പിക്കലാണ്. ടോവിനോക്ക് ആണെങ്കിൽ ആ ക്യാരക്ടർ ചേരുന്നില്ല, പുള്ളിക്ക് വയ്യ. ഇങ്ങനെയൊക്കെയുള്ള റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനും അതിരടിക്ക് കയറിയത്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ഇതേ അഭിപ്രായങ്ങൾ എനിക്കും ഉണ്ടായി. ഒരുപാട് ക്രിഞ്ച് സാധനങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഉള്ള കോമഡീസ് ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ ക്രിഞ്ച് ആണെങ്കിലും നമുക്ക് ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. ക്രിഞ്ചാണെന്ന് നമുക്കറിയാം, പക്കാ ക്രിഞ്ചാണെന്ന് നമുക്കറിയാം, പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയാതെ ചിരിക്കും. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പം 2 പേര് വരും, ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനും. പിന്നെ അങ്ങോട്ട് പടം ഓണാണ്. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം നല്ല വൈബിലാണ് സിനിമ പോകുന്നത്. ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയതും ഏറ്റവും കൂടുതൽ ആ ഒരു എൻജോയ്മെന്റ് നൽകിയതും ഇവർ 2 പേരാണ്. ഇവരുടെ 2 പേരുടെ ആ ഒരു കോംബോയാണ്. ബേസിലും ടോവിനോയേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തതും ഏറ്റവും കൂടുതൽ ഈ സിനിമ ഷോൾഡർ ചെയ്തതും ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചത് ഷാൻ റഹ്മാനാണ്. പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ക്യാരക്ടറും ഇങ്ങനൊരു പെർഫോമൻസും ഒരു തരത്തിലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആൻഡ് പുള്ളി അത് വളരെ നന്നായിട്ട് ചെയ്തു. പുള്ളിയുടെ ചില സാധനങ്ങൾ, ചില എക്സ്പ്രഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ടായി. ഒരു ക്യാമ്പസ് വൈബ് പടമാണ്, പക്കാ ക്യാമ്പസ് വൈബ് പടമാണ്. ഒരു ക്യാമ്പസ് മൂവികൾ അല്ലെങ്കിൽ ക്യാമ്പസിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ക്യാമ്പസിലെ കാര്യങ്ങൾ, ഒരു ഫെസ്റ്റൊക്കെ പങ്കെടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പല ആൾക്കാരെയും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു സ്റ്റോറി, ഒരു പെർഫെക്റ്റ് സ്റ്റോറി ലൈനുള്ള ഒരു പെർഫെക്റ്റ് ഫ്ലോ ഉള്ള സിനിമയൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം ഈ സിനിമയിൽ സ്റ്റോറി ഒന്നുമില്ല, ഒരു ചെറിയൊരു ത്രെഡ് മാത്രമേ ഉള്ളൂ. ആ ത്രെഡിലിട്ടാണ് ഈ സാധനം ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്നത്. കുറേ ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, കുറേ അത്യാവശ്യം കോമഡിയുള്ള സംഭവങ്ങളുണ്ട്, കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ശക്തമായിട്ടുള്ള സ്ക്രിപ്റ്റിലോ സ്റ്റോറിയിലോ ഒന്നുമില്ല, അതൊന്നുമില്ല. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ പോയിട്ട് അത്യാവശ്യം നല്ല വൈബിൽ, അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. അത്രയേ ഉള്ളൂ. അല്ലാതെ അടിപൊളി സിനിമ, ഗംഭീര സിനിമ, സൂപ്പർ സിനിമ, റിപ്പീറ്റ് വാച്ചുള്ള സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ആ ഒരു കോംബോയും ഇവരുടെ ആ ഒരു സംഭവവും കുറേ ഫണ്ണി മൂവ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, പക്കാ തിയേറ്റർ സ്റ്റഫാണ് പടം. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ സിനിമ വർക്കാവുള്ളൂ. OTT ഇറങ്ങിക്കഴിഞ്ഞ് കണ്ടിട്ട് ഈ തിയേറ്ററിൽ കണ്ടവന്മാരൊക്കെ എന്ത് തേങ്ങയാണ് ഈ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണിത്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്. എൻ്റെ മോനെ, ലിറ്ററലി തിയേറ്റർ കുലുങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലിനും ടോവിനോയ്ക്കും വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും ആർക്കും കിട്ടാത്ത ഇരട്ടി റെസ്പോൺസും ഇരട്ടി കൈയടിയും അടിപൊളി ഇൻട്രോയാണ് ആ ക്യാമിയോക്ക് കിട്ടിയത്. അതാരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തന്മാർ ഇട്ട് അത് ആരാണെന്ന് നാട്ടുകാരെ മൊത്തം അറിയിച്ചു കഴിഞ്ഞ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ പോയി കണ്ടു വെക്കുക. ആ ഒരു ക്രേസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് വാസ് നൈസ്. ആ ഒരു അടിപൊളി ക്യാമിയോ ആയിരുന്നു ആ സിനിമയിൽ ഇതുവരെ ആർക്കും കിട്ടാത്തത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസിലും ടോവിനോയും ഒരു സിനിമ മൊത്തം ഉണ്ടാക്കിയെടുത്തൊരു ബിൽഡപ്പ് വെറും 2 മിനിറ്റിൽ വന്നിട്ട് ആ ക്യാമിയോ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അടിപൊളിയായിരുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാം, നിങ്ങളൊരു ക്യാമ്പസ് വൈബ് സിനിമകൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ ഒരു സിമ്പിൾ സിനിമ കാണാം, കുറച്ച് എൻജോയ് ചെയ്ത് സിനിമ കണ്ട് ഇറങ്ങാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ കഥകളുള്ള സിനിമകൾ മാത്രമേ കാണുള്ളൂ, എന്തെങ്കിലും വാല്യൂ ഉള്ള സിനിമകൾ മാത്രമേ കാണുള്ളൂ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, നല്ല സ്റ്റോറി ആയിരിക്കണം, നല്ല പെർഫോമൻസ് ആയിരിക്കണം, നല്ല മേക്കിംഗ് ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട. നിങ്ങൾക്ക് ഒരിക്കലും സിനിമ ഇഷ്ടപ്പെടത്തില്ല.